പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മോട് കൂടെ ആയിരിക്കുന്ന സമയം, ഈ സമയം ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലരെയും മനസ്സിൽ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ സമയം അവിടുത്തെ സ്നേഹം ആസ്വദിക്കുവാനും കാരുണ്യം പ്രാപിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുവാൻ ആഗ്രഹിച്ച് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കറിയാം, ഈ മണിക്കൂർ ദൈവകരുണയുടെ മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമുക്ക് ആഗ്രഹിക്കാം, ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് ദൈവകരുണ ആവശ്യമായിട്ടുള്ള എല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. യുദ്ധഭീഷണിയിലും മറ്റ് നിരവധിയായ ജീവിത പ്രശ്നങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. നമുക്ക് അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. യഥാർത്ഥ സമാധാനം, സന്തോഷം ദൈവം നമുക്ക് തരുന്നതാണ്. അതിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഉസ്സസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം നമ്മൾ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുന്നു. ദൈവ വചന വെളിച്ചത്തിൽ ദൈവ കരുണയെക്കുറിച്ച് മനസ്സിലാക്കി ഈ കരുണ പ്രാപിക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള ചില വഴികൾ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വഴികൾ മനസ്സിലാക്കി ആ വഴിയിലേക്ക് എത്തി നിന്നുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ ഉറപ്പുള്ള ഒരു വഴി ദൈവം നമ്മെ കാണിച്ചു തരുന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക. ദൈവകരുണ അങ്ങനെയുള്ളവർക്കാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ശ്രദ്ധാപൂർവം പാലിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് ദൈവകരുണയുടെ ഒരു കുറവും ഒരിക്കലും വരത്തില്ല. ദൈവകരുണയുടെ സമൃദ്ധിയായിരിക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുക. നമുക്കറിയാം, ദൈവം നമ്മെ വേലികെട്ടി സംരക്ഷിക്കുന്നതിന് അത് ആ ഉദ്ദേശത്തോടു കൂടി നൽകിയിരിക്കുന്നതാണ് അവിടുത്തെ കൽപ്പനകൾ. നമ്മളൊരു ചെടി കുഴിച്ചു വെച്ചാലും എന്തെങ്കിലും ഒരു തൈ കുഴിച്ചു വെച്ചാലും കുറച്ച് സമയത്തേക്ക് നമ്മൾ, അല്ലെങ്കിൽ അത് വളർന്നു വരുന്നിടം വരെ അതിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടി അതിനെ സംരക്ഷിക്കുന്ന പതിവൊക്കെ ഉണ്ട്. അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് കൽപ്പനകൾ നൽകിയിരിക്കുന്നത് ആ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, ദൈവത്തെ സ്നേഹിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്, ദൈവാനുഗ്രഹത്തിന് വഴി തുറക്കുന്ന കാര്യങ്ങളാണെന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരുടെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ പോലും ദൈവം കരുണ വർഷിക്കും എന്നുള്ളത് ഈ പുറപ്പാട് 20-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വചനം കൂടി ഇതോടൊപ്പം ചേർത്ത് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു അഭിഷേകം, നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ അഭിഷേകം ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന് നമ്മൾ അർഹരാകുന്നത് എപ്പോഴാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 1:10
നിന്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ ആശ്രയിച്ചാണ് ഈ അഭിഷേകത്തിനുള്ള അർഹത നിനക്കുണ്ടാകുന്നത്. നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നോ അത്രമാത്രം അഭിഷേകത്തിന്റെ ആ ഒരു ലെവല് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മോട് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഈ അഭിഷേകത്തിന് നമ്മൾ അർഹരാകുന്നു എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി 29 അധ്യായം 20 വചനം വായിച്ചാൽ അവിടെ ഈ സ്നേഹം, ആ സ്നേഹത്തിൽ നമ്മൾ വളർന്നാൽ, ഈ ജ്ഞാനത്തിന്റെ അഭിഷേകം നമ്മൾ പ്രാപിച്ചാൽ ഉണ്ടാകാവുന്ന വലിയൊരു നേട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സഹനങ്ങൾ ഭാരമുള്ളതായിട്ട് തോന്നത്തില്ല. പിന്നെ കൽപ്പനകൾ ഭാരമുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അത് പാലിക്കുന്നത് നമുക്ക് ആനന്ദകരമായിട്ട് മാറും. ഇനി റാഹേലിനോടുള്ള സ്നേഹത്തെ പ്രതി യാക്കോബിന് ഒരുപാട് ത്യാഗങ്ങൾ എടുക്കാൻ, സഹനങ്ങൾ എടുക്കാൻ, ആ സഹനങ്ങൾക്ക് അപ്പുറം ആ സ്നേഹം അവനെ നയിക്കുന്നതിനെ കുറിച്ച് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 29 20 വചനം. പ്രഭാഷകൻ 34:19 വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ദൈവത്തെ സ്നേഹിച്ചാൽ, ആ സ്നേഹത്തെ പ്രതി നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി മാറിയാൽ ഉണ്ടാകാവുന്ന നേട്ടം വളരെ വലുതാണ്. നമുക്ക് ഈ ലോക ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള നന്മ വരും. അതുപോലെ തന്നെ മരണാനന്തരം സ്വർഗത്തിന് അത് നമ്മെ അർഹരാക്കും. നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ പോകാനുള്ള ഒരു സാധ്യതയും അവകാശവും ഒക്കെ ഉള്ളത്. സ്നേഹമില്ലാതെ, സ്നേഹത്തിൽ വളരാതെ സ്വർഗത്തിൽ നമുക്ക് ഒരു സ്ഥാനം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പ്രഭാഷകൻ 34:19 വായിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്നേഹത്തിൽ വളർന്നവരുടെ ജീവിതത്തിന് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവം അവർക്ക് ശക്തമായ സംരക്ഷണമായിട്ട് മാറും. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണ്, ദൈവമായിരിക്കും നമ്മുടെ സംരക്ഷണം. അതുപോലെ തന്നെ ഉറപ്പുള്ള താങ്ങ് നമുക്കെപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം നൽകുന്ന ഈ താങ്ങ്, നമ്മളൊരു പാവര് പന്തലിലേക്ക് കയറ്റിവിടാനായിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് വെച്ച് അതിൽ കയറ്റി പന്തലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആ പന്തലെ കിടന്ന് ഫലങ്ങൾ പുറപ്പെടുവിച്ചു, കായ്കൾ ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു താങ്ങ് ആവശ്യമാണ്. ആ താങ്ങ് ദൈവം തന്നെ ആയിരിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ചുടുകാറ്റിൽ ദൈവം അവർക്ക് അഭയമായിരിക്കും. നല്ല ചൂടുള്ള കാറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു അഭയം, ഒരു തണല്, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, പൊരിവെയിലിൽ തണലായിട്ട് ദൈവം മാറും. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവമായി മാറും. അനുഭവത്തിലേക്ക് വന്നവർക്ക് ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനും കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും വളരെ എളുപ്പമാകും. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഇടറാതിരിക്കാനുള്ള സംരക്ഷണമായിട്ട് ദൈവം മാറും. നമുക്ക് ഈ ആത്മീയ വളർച്ചയില്ലെങ്കിൽ ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ വന്നാൽ മതി, ഇടർച്ച ഉണ്ടാകും. അതുകൊണ്ട് ചില കാണിച്ചായിരിക്കും പെട്ടെന്നാണ് അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത്, പെട്ടെന്നാണ് അവർക്ക് നിരാശ കയറി പിടിക്കുന്നത്, പെട്ടെന്നാണ് വേണേ ആത്മഹത്യാ ചിന്തയിലേക്ക് പോലും പോയി ആത്മഹത്യയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്ക് സംരക്ഷണമായിട്ട് മാറണം. ദൈവത്തിൽ അഭയം പ്രാപിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. അത് ആർക്കാണ് സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കാണ് ദൈവ കരുണ പ്രാപിക്കാൻ സാധിക്കുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ അതിനു മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ദൈവത്തെ അറിയണം. ഒക്കെ ബൈബിൾ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരറിയുന്നത് പോലെയോ ഒരു വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയുന്നത് പോലെയല്ല. ശരിക്കും വ്യക്തിപരമായിട്ടൊരു ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുക. മറിയം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പുരുഷനെ അറിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ട് അതിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യം, ആ ബന്ധമില്ലാതെ എങ്ങനെ സംഭവിക്കും?
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത് സാധ്യമാകും എന്നുള്ളത് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. ലൂക്കാ 1:34-35 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അതിവിശിഷ്ടമായ ഒരു സന്ദേശമാണ്. പറയുന്നുണ്ട്, ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എളുപ്പമാണ്. 1 യോഹന്നാൻ 4-ാം 8-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ സ്നേഹിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടെ നേട്ടെടുക്കുകയും അത് സഫലീകരിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.